എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂര്യൻ 12 രാശികളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ്. അപ്പം ജനന സമയത്ത് സൂര്യൻ മേടം രാശിയിൽ നിന്നാൽ അത് പരമോച്ചനാണെങ്കിൽ രാജയോഗങ്ങളെല്ലാം ഉണ്ടാവും, ലോകപ്രസിദ്ധനായിരിക്കും, ഏത് കാര്യത്തിനും സാമർഥ്യമുള്ളവനായിരിക്കും, ഉപജീവനത്തിനുള്ള സ്വത്തുവകകൾ സ്വന്തം ഉള്ളവനായിരിക്കും, ആയുധവിദ്യകളിൽ നൈപുണ്യമുണ്ടാവും, ശാസ്ത്രബുദ്ധി ഉണ്ടാവുക, അധികാരമുള്ള പദവിയിൽ എത്തിച്ചേരുക. പക്ഷേ ഇങ്ങനെയുള്ളവർ ഒരു സമയത്ത് ഒരിടത്ത് ഉറച്ച് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യില്ല, എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരാവും. സൂര്യൻ ഇടവൻ രാശിയിൽ നിന്നാൽ കച്ചവടക്കാരനാകും, തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്നവന്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ വിറ്റ് ധനം നേടുന്നവനായിരിക്കും. അയാൾ സ്ത്രീകളോട് വിരോധം കാട്ടും, അങ്ങനെയും സ്വഭാവം പറയുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളിലും അയാൾക്ക് ബിരുദുണ്ടായിരിക്കും. സംഗീതത്തിലും വാദ്യകലയിലും അയാൾ അതിസാമർഥ്യനുമായിരിക്കും. സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവനായിരിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. സൂര്യൻ മിഥുനൻ രാശിയിൽ നിന്നാൽ ജ്യോതിഷം, അങ്ങനെയുള്ളവർ ജ്യോതിഷശാസ്ത്രം, വ്യാകരണം, ഗണിതം, സാഹിത്യം തുടങ്ങിയവയിൽ നൈപുണ്യമുണ്ടായിരിക്കും. ഉയർന്ന ധനസ്ഥിതി ഉണ്ടാവും. വിനയവും നീതിബോധവും, അത്ഭുതകരമായ വാഗ്വൈഭവം, നിഷ്കപടശീലം എന്നിവയുള്ളവനാവും. ബൗദ്ധികമായ കർമ്മങ്ങളിൽ മുഴുകി ജീവിത വിജയം നേടുന്നവരാണെന്ന് സാരം. ജനനസമയത്ത് സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്നാൽ ജാതകൻ ഗുണദോഷ ബുദ്ധി കൂടാതെ ഏത് കാര്യവും ചെയ്യാൻ ചാടിപ്പുറപ്പെടുന്നവനായിരിക്കും. സജ്ജനങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവനായിരിക്കും. കൊല, ദ്രോഹം, ദേഹോദ്രവം മുതലായവ നടത്തുന്നവൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പം രോഗാദി കാരണങ്ങളാൽ വ്യസനിക്കുന്നവനുമാകും. ധനവാനാകുമെന്നും ദരിദ്രനാകുമെന്നും വ്യത്യസ്ത പക്ഷങ്ങളുണ്ട്. അപ്പം ഇതാണ് കർക്കിടകൻ രാശിയിൽ വരെ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ.